തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ ഉടനീളം തുടക്കത്തിൽ CAA വിഷയത്തിൽ നിങ്ങളടക്കമുള്ള കോൺഗ്രസ് MP-മാർ മൗനം പാലിച്ചു എന്ന തെറ്റായൊരു പ്രചരണം നടത്തി. കാര്യം തെറ്റാണെന്ന് പറയാനുള്ള കാര്യം രേഖകൾ പരിശോധിക്കുമ്പോൾ 80 വോട്ടുകൾ അതിൽ കോൺഗ്രസ് വോട്ടുകളുണ്ട് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട. പക്ഷെ തുടർച്ചയായി ഈ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ മിനിമം മര്യാദ പോലും മറക്കുന്നുണ്ടോ CPM എന്നാണ് ഞാൻ തീർച്ചയായിട്ടും അവർക്ക് ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനെ എങ്ങനെയും ഇവിടെ തോൽപ്പിച്ചിരിക്കണം. അതിന് പരമാവധി മൈനോറിറ്റി വോട്ടുകൾ ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് ഒരു മൈനോറിറ്റി ആന്റി മൈനോറിറ്റി ആണെന്ന് വരുത്തിയെടുക്കാൻ. CAA വിഷയത്തിൽ കോഴിക്കോട് വെച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം താങ്കൾ കേട്ടിട്ടുണ്ടാവും. അതായത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അത് റിലീജിയന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനുള്ള ഏത് തീരുമാനവും ഞങ്ങൾ ശക്തമായി എതിർക്കും, ഞങ്ങളത് സമ്മതിക്കില്ല. സിറ്റിസൺഷിപ്പ് തീരുമാനിക്കപ്പെടേണ്ടത് ഇന്ത്യൻ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അത് പറഞ്ഞിട്ടും ഇദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. താങ്കൾ പറഞ്ഞതുപോലെ ലോക്സഭയിലെ ഞങ്ങളുടെ MP-മാരെല്ലാം കൃത്യമായി വോട്ട് ചെയ്തതാണ്. അതെ, നിരന്തരം ആ പ്രചരണം നടത്തുന്നു. പിന്നീട് NIA-യുടെ പേരിൽ വരുന്നു. അതായത് കേരളത്തിൽ CPM പ്രധാനപ്പെട്ട ശത്രുവായ NDA കുറിച്ച് പറയുമ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് കേരളത്തിലെ CPM മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് പിണറായി വിജയനാണ് ഇതിന് കംപ്ലീറ്റ് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ ED ഇന്നലെ CMRL-എത്തി. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. അടുത്ത ഘട്ടം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്തോട്ടെ എന്ന നിലപാട് CPM പറയുമ്പോഴും ഉള്ളിൽ ഭയമുണ്ടെന്നാണോ ഇപ്പോഴും? അല്ല, ഞങ്ങൾ ഇതിനകത്ത് ഒരു കാര്യം പറയാം. നിയമത്തിന്റെ വഴിക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏതെങ്കിലും ഒരാളെ പിടിച്ചെടുത്തിട്ട് അകത്താക്കണം എന്നുള്ള അഭിപ്രായമൊന്നും കോൺഗ്രസ് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. മോഡിയുടെ സമീപനം എല്ലാ കാലത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഇന്ന് നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ ഇപ്പം കണ്ടു ലേറ്റസ്റ്റ്. ഈ ED അറസ്റ്റ് ചെയ്തിരിക്കുന്ന 3% രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ. ഈ 3% ഏതെങ്കിലും 1% 0.1% BJP ഉണ്ടോ? ഈ 3% 0.1% പോലും BJP ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഈ 3% എന്ന് പറയുന്നത് ഓൺലി ഓപ്പോസിഷനെ ടാർഗറ്റ് ചെയ്യാനാണ്. ഇവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഓപ്പോസിഷൻ ടാർഗറ്റ് ചെയ്യുന്ന ED കേരളത്തിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ എന്നതാണ്. ഞങ്ങൾക്ക് ആരെയും അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടില്ല. നിയമത്തിന്റെ വഴിക്ക് മാത്രം പോകണമെന്നേ ഞങ്ങൾ പറയാറുള്ളൂ. പക്ഷേ മറ്റിടത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് എല്ലാം ചെയ്യുന്ന, എല്ലാ ദിവസവും ഇത് ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന ഈ കേരളത്തിലെ പിന്നെ BJP-യും പ്രധാനമന്ത്രിയും ഒന്ന് ചെയ്യാൻ പോടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റ കാര്യം കൂടി, CMRL വിഷയത്തിലടക്കം അല്ലെങ്കിൽ കരുവന്നൂരിന്റെ വിഷയത്തിലടക്കം ED CPM-ലെ നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? അല്ല, നിയമപരമായിട്ടുള്ള അറസ്റ്റിനെ ആണെങ്കിൽ ഞങ്ങൾ അനുകൂലിക്കും. നിയമപരമായിട്ടാണെങ്കിൽ മാത്രം. അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ സഹായിക്കാൻ കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. CPM-നെ സഹായിക്കാൻ. നിയമപരം അല്ലെങ്കിൽ അത് CPM-ന് സഹതാപതരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അവർ നടത്തുന്നത് എന്താ വെച്ചാൽ കോൺഗ്രസിന്റെ സീറ്റുകൾ പരമാവധി കുറക്കുക. അത് BJP-യുടെ ആവശ്യമാണ്, CPM-ന്റെ ആവശ്യമാണ് കേരളത്തിൽ. ഇത് രണ്ടുപേരും കൂടെ യോജിക്കുന്ന ഒരു കണ്ണിയിലാണ് ഈ കാര്യങ്ങൾ ഡീലിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുന്നത്.